ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഇൻവിസിബിൾ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ആദ്യം തന്നെ ഗിയർ വയർ, ഞാൻ ഗോൾഡൻ കളർ ഗിയർ വയറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ള കളറ് ബീഡ്സ്, ഏത് കളറാണോ അതിനാവശ്യമുള്ള ബീഡ്സ്. ആദ്യം ഗിയർ വയർ നമ്മുടെ കഴുത്തിന് ആവശ്യമായ അളവിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് രണ്ടറ്റത്തും ഒപ്പം പിടിച്ചിട്ട് അതിൽ രണ്ടിലും ഓരോ ബീഡ്സ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ബീഡ്സ് ആ മാലയുടെ സെൻറ്റർ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് ഓരോ ഗിയർ ലോക്ക് ഇട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യണേ. ഇതേപോലെ നമുക്ക് ഈ ബീഡ്സിൻ്റെ നടുക്കിലായിട്ട് നമുക്ക് ലോക്കറ്റ് കോർക്കേണ്ടതാണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അതിലുണ്ടാവും, ചെറിയൊരു ലൂസിൽ വേണം നമ്മളത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ. വീണ്ടും അതിൻ്റെ തലപ്പ് ഭാഗം എടുത്തിട്ട് അതിലേക്ക് ഇനി അടുത്തത് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. രണ്ടിലും ഓരോ ഗിയർ ലോക്കും. പിന്നെ നമുക്ക് ഗോൾഡൻ ബീഡ്സില്ലേ, അത് ഉണ്ടെങ്കിൽ ഏത് തരം ബീഡ്സ് വേണമെങ്കിലും എടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മളുടെ ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഗോൾഡൻ ബീഡ്സും ജംപ് റിങ്ങും ഇട്ട് കൊടുക്കാം. രണ്ടിലും ഒരുപോലെ ചെയ്യണേ, മാറിപ്പോകരുത്. ജംപ് റിങ് ആദ്യം ഇട്ട് കൊടുക്കണം, കാരണം നമുക്ക് ചെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാൻ ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് ഇതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഞാനിവിടെ 3 ലെയറായിട്ടാണ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊന്നും, പിന്നെ ഇതിന് മുകളിലായിട്ട് ഒന്നുകൂടി ചെയ്യാമെന്നാണ്. അപ്പോൾ രണ്ടും ഒരേ അളവിൽ നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. രണ്ട് ഭാഗവും ഒരേ ഒപ്പം വരുന്നത് പോലെ വെച്ചിട്ട് വേണം നമുക്ക് ഗിയർ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്യാൻ. വീണ്ടും അതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇടുക, ബീഡ്സ് ഇടുക. അതിന് ശേഷം ഗോൾഡൻ ബീഡ്സ് ഇട്ട് ഗിയർ ലോക്ക് ഇട്ട് വീണ്ടും കുറച്ച് ഇപ്പോൾ ചെയ്തതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിലുള്ളതും പിന്നെ അതിൻ്റെ മുകളിലും അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാനിവിടെ ബീഡ്സ് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വീഡിയോ ഞാൻ തന്നെ എടുക്കണം, ഇത് ഞാൻ തന്നെ ചെയ്യണം, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം നീറ്റതാ ഇതുപോലെയാണ്. ഞാൻ ഒരു 8 കളറ് ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിനിലുള്ള ചെയിൻ ആദ്യം റെഡിയായി. ഇനി ഇതിലേക്കുള്ള ലോക്കറ്റ് കൂടി റെഡിയാക്കണം. ലോക്കറ്റിന് ഞാനിതാ നമുക്കിഷ്ടമുള്ള കളറ്, ആ മാലയ്ക്ക് ചേർന്നിട്ടുള്ള കുറച്ച് കളറുകൾ ഞാനിവിടെ OHP ഷീറ്റിൽ സ്റ്റോൺ ഒട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് സോൾഡറിങ് ഒക്കെ ചെയ്ത് വെച്ചാണേ. കണ്ടോ, കുഞ്ഞു ലോക്കറ്റുകൾ മതിയാവും, അതായിരിക്കും കാണാൻ കുറച്ചുകൂടി ഭംഗി. ഇതിൽ നമുക്കെന്താ ഐ പിൻസൊക്കെ ഉണ്ട്. ഈ ഐ പിന്നും പിന്നെ അത് കൂടാതെ ബീഡ്സും ഇനി ആവശ്യമാണ്. ഇനി നമുക്ക് ബീഡ്സ് കോർത്തൊക്കെ എടുക്കണം. അതിനിതാ ബോൾ ചെയിൻ എന്നൊക്കെ പറയും ഇതിന്. അതിന് 2ആയി കട്ട് ചെയ്തെടുക്കാം, കാരണം നീളം കൂടുതലാണ്. അപ്പോൾ 2ആയി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഒപ്പം പിടിച്ച് 2ആയി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുന്നത്. അവിടെ പേൾ ബീഡ്സ് ചെറുതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിലിട്ട് ഒരു ബീഡ്സ് ഇട്ടിട്ട് നമുക്കിത് കെട്ടിയെടുക്കണം. ഞാനിതുപോലെ ഇവിടെ ഒരു 8 കളറ്, ഞാൻ ചെയ്ത മാലയ്ക്കനുസരിച്ച് 8 കളറ് ഞാനിതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. കോർത്തെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ കോർത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബീഡ് ഇട്ടിട്ട് ഒരു പേൾ ബീഡ്സ് കുറേ എണ്ണമുണ്ട്, അത് ഇട്ടിട്ടാണ് കെട്ടിയെടുക്കുന്നത്. കെട്ടാൻ അറിയുമല്ലോ, കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഇങ്ങനെ എല്ലാം ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ആക്കിയിട്ടും ഞാനിതുപോലെ ഇവിടെ ഒരു 6 കളർ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐ പിന്നിൽ കോർത്തൊക്കെ എടുക്കണം. ഈ ലോക്കറ്റിലേക്ക് വെക്കാനുള്ള ഐ പിന്നാണിത്. ലോക്കറ്റ് ചെറുതായതുകൊണ്ട് ഐ പിൻ നമുക്ക് കുറച്ച് പുറത്തേക്ക് വേണം. അപ്പോൾ ഐ പിന്ന് ഇതിൻ്റെ അളവിൽ നമുക്ക് മുറിച്ചെടുക്കണം, കാരണം ഐ പിന്ന് കുറച്ച് നീളം കൂടുതലാണ്. വേണ്ട അളവിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ടറോട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ അളവിൽ കട്ട് ചെയ്താൽ മതിയാവും. നമ്മുടെ ലോക്കറ്റിനനുസരിച്ച് അളവിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതും ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ വാങ്ങിയാൽ നമുക്ക് കട്ട് ചെയ്തും എടുക്കാം.
അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് ലോക്കറ്റിനനുസരിച്ച് എടുക്കണം. 2 എണ്ണം വേണം. കാരണം ഒന്ന് നമ്മളുടെ മാലയിലേക്ക് ചെയിനിലേക്ക് കോർക്കാനും അതുപോലെ തന്നെ വേറൊന്ന് നമ്മുടെ ബീഡ്സ് കെട്ടിയെടുത്തത് കോർക്കാനും കൂടി വേണം. ഈ ബീഡ്സ് ഇതിലേക്കിട്ട് കോർക്കാം. കോർത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമുക്കിത് ആ ലോക്കറ്റിൻ്റെ പുറകുവശത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ലോക്കറ്റിലേക്ക് മറുവശം കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ബാക്ക് ഷീറ്റ് ഒന്നിൽ ഒട്ടിച്ചു കൊടുത്ത് പിന്നൊന്ന് മറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ B7000 ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ചെയിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെ ഒരു 8 കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് കൂടി ചെയ്യണേ.